കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. മാന്നാർ നായർ സമാജം അക്ഷര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവത്തിന് മുന്നോടിയായി പരിമല ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാന്നാറിലെ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. എടുക്കത്തില്ല കിട്ടത്തില്ല. അതുപോലെ ശ്രീ സജു തോമസ് അവരുടെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രാധാമണി ശശീന്ദ്രൻ അവരുടെ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരളോത്സവം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഒരുപാട് കുഞ്ഞുങ്ങൾ, കഴിവുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കഴിവ്, മികവ് തെളിയിക്കാൻ അവർക്കൊരു വേദിയാണ്. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള വേദിയാണ് നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ഈ കേരളോത്സവത്തിന്റെ. മാന്നാർ നായർ സമാജം അക്ഷര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് സ്വാഗതം പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി.കെ. പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി.ആർ. ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം, ഷൈന നവാസ്, സുജാത മനോഹരൻ, സലിം പടിപ്പുരയ്ക്കൽ, അജിത്ത് പഴവൂർ, രാധാമണി ശശീന്ദ്രൻ, സജു തോമസ്, അനീഷ് മണ്ണാറത്ത്, വി.കെ. ഉണ്ണികൃഷ്ണൻ, ശാന്തിനി ബാലകൃഷ്ണൻ, കെ.സി. പുഷ്പലത, കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി.ജെ, യൂത്ത് കോർഡിനേറ്റർ കെബിൻ കെന്നഡി, CDS ചെയർപേഴ്സൺ ഗീത ഹരിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി ബോബി ഫ്രാൻസിസ്, അവളിടം യുവതി ക്ലബ്ബ് സെക്രട്ടറി അനീഷ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ MP സുരേഷ് കുമാർ വേദിയിൽ ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. രാജസ്ഥാനാണെങ്കിൽ എന്തും പറയാം, ഓരേ കളിയാക്കാം. എന്നാൽ ഇതുകൊണ്ട് പറ്റുമോ? വലിയ കളിയാക്കിയാൽ കൊട്ടേഷൻ വരും. ഇറങ്ങുമ്പോൾ 2 ദിവസങ്ങളിലായാണ് കലാകായിക മത്സരങ്ങൾ നടക്കുക. കേരളോത്സവത്തിന് മുന്നോടിയായി പരിമല ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, മാന്നാർ.